ഹലോ പീപ്പിൾ, ദിബിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2022 ഏപ്രിൽ 1 ലക്ഷ്യ രാജ ആനന്ദ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണ് അറ്റാക്ക് പാർട്ട് 1. കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന ജോൺ അബ്രഹാമാണ്. സിനിമയുടെ ഒരു കഥയെന്ന് പറയുന്നത്, നമ്മുടെ നായകൻ ഒരു മേജർ ആയിരുന്നു. ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആവുകയും അദ്ദേഹത്തിന്റെ പ്രണയിച്ച കാമുകി മരിച്ചു വീഴുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോടെ അദ്ദേഹം ആ വീൽ ചെയറിൽ ഇരിക്കുന്ന അഭിനയിച്ച് കാണിക്കുന്ന രംഗങ്ങളുണ്ട് ഒരുപാട്. അതൊക്കെ കിട്ടില്ല അഭിനയം തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത കഴുത്ത് മാത്രം അനക്കാൻ പറ്റും അദ്ദേഹത്തിന്, ബാക്കിയെല്ലാം വീൽ ചെയർ കൂടേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. കാരണം സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിനെ തേടി ഒരു മഹാഭാഗ്യം വരികയാണ്. ഒരു സൂപ്പർ സോൾജിയർ ആവാനുള്ള ഒരു എക്സ്പെരിമെന്റ് അദ്ദേഹത്തിന് ഓഫർ കൊടുക്കുകയാണ് ഒരു കമ്പനി. ഒരു ഇറ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് ഇത് നമ്മുടെ ചിപ്പ് സെറ്റ് കഴുത്തിന് നേരെ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിൻ പ്രവർത്തിക്കാത്ത സ്ഥലത്ത് അത് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് എഴിച്ചടക്കാൻ പറ്റുകയും ഒരു സൂപ്പർ സോൾജർ ആവാൻ പറ്റുകയും ചെയ്യുന്നു. കാരണം ഒരു കൃത്യമായും പറഞ്ഞ ഒരു ടെക്നോളജി ബ്രെയിനകത്തുള്ള ഈ സിനിമ ഏതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അപ്ഗ്രേഡ് എന്ന് പറയുന്ന സിനിമ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് റിവ്യൂ, ഒരു ഹോളിവുഡ് ചിത്രമാണ്, അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. പക്ഷേ ഈ സിനിമ കിട്ടിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ആക്ഷൻ സീക്വൻസും ഇതിന്റെ കൺസെപ്റ്റും എന്തായാലും ലക്ഷ്യ രാജാനെന്ന് പറയുന്ന സംവിധായകന് വലിയൊരു ക്ലാപ്പ് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം മികച്ച രീതിയിൽ VFX കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല ആക്ഷൻ സീക്വൻസ്, എല്ലാ ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ പരാജയപ്പെട്ടു പോയി. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. RRR എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിലാണ് ഇറങ്ങിയത്, രാജമൗലി സംവിധാനം ചെയ്ത. പിന്നെ ഏപ്രിൽ 14 പറയേണ്ട ആവശ്യമില്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ ഇറങ്ങുന്ന ദിവസം വരുന്നത് KGF ചാപ്റ്റർ 2. അപ്പൊ അതിന്റെ നടുവിലാണ് ഈ സിനിമ hype ചെയ്തത്. ഇതൊരു അൺറേറ്റഡ് സിനിമയും കൂടെയാണ്. പിന്നെ ഈ സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ C5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി കാണാൻ ശ്രമിക്കുക. കിടില സിനിമയാണ്. നിങ്ങൾക്ക് ആക്ഷൻസ് ആണോ വേണ്ടത്, യുണീക്ക് ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജോൺ അബ്രഹാം ഫാൻസുകാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അല്ലാത്തവർക്കും കാണാൻ ഒരു കുഴപ്പമില്ല. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മസ്റ്റ് വാച്ചബിൾ സിനിമയാണ്. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.